ഇന്ന് മാർച്ച് 30 കേരളത്തിലെ സ്വർണവും വെള്ളിയും വിപണിയിൽ ശ്രദ്ധേയമായ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആഗോള വിപണിയിലെ ദുർബല സൂചനകളും മിഡിൽ ഈസ്റ്റ് മേഖലയിലെ സംഘർഷങ്ങളും ചേർന്നാണ് ഈ വിലക്കുറവിന് പ്രധാന കാരണം. ഈ വിലക്കുറവിന് പിന്നിലെ പ്രധാന കാരണം ആഗോള വിപണിയിലെ സ്വർണ്ണവില ഇടിവാണ്. സ്പോട്ട് ഗോൾഡ് ഔൺസിന് $4,500 താഴെയായി. അതേസമയം മിഡിൽ ഈസ്റ്റ് മേഖലയിലെ സംഘർഷം ശക്തമായി തുടരുകയാണ്. ഇസ്രായേൽ ഇറാൻ സംഘർഷം 5ാം ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. ലെബനോണിലെ ഹെസ്ബൊള്ളയും യമനിലെ ഹൂത്തികളും ഈ സംഘർഷത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയർന്നു. ബ്രെന്റ് ക്രൂഡ് ബാരലിന് $115 കടന്നിരിക്കുകയാണ്. ക്രൂഡ് ഓയിൽ വില ഉയരുമ്പോൾ ഡോളർ ശക്തമാകുകയും അതുവഴി സ്വർണ്ണവിലയ്ക്ക് സമ്മർദ്ദം ഉണ്ടാകുകയും ചെയ്യുന്നു. ഇതിനാൽ തന്നെ ഈ ആഴ്ചയുടെ തുടക്കം സ്വർണ്ണവിപണിയിൽ ബെയറിഷ് ട്രെൻഡോടെയാണ്. അടുത്ത ദിവസങ്ങളിൽ സ്വർണ്ണവില ഉയരുമോ അല്ലെങ്കിൽ ഇനിയും താഴെയോ പോകുമോ എന്നത് ആഗോള രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങൾ ആശ്രയിച്ചിരിക്കും. ഇന്ന് 22 കാരറ്റ് സ്വർണ്ണത്തിന്റെ വില ഗ്രാമിന് $13,500 ആയി കുറഞ്ഞു. ഇന്നലെ ഇത് $13,575 ആയിരുന്നു. അതായത് ഗ്രാമിന് $75 ഇടിവ്. ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില $1,08,000 ആയി കുറഞ്ഞു, $600 കുറവോടെ. 24 കാരറ്റ് സ്വർണ്ണത്തിന്റെ വിലയും താഴ്ന്നിട്ടുണ്ട്. ഗ്രാമിന് $14,728 ആണ് ഇന്നത്തെ വില. ഇന്നലെ $14,809 ആയിരുന്നുവെങ്കിൽ $81 കുറവാണ് ഉണ്ടായത്. ഒരു പവന്റെ വില $1,17,824 ആയി കുറഞ്ഞു, $648 ഇടിവോടെ. 18 കാരറ്റ് സ്വർണവും ഇന്ന് താഴ്ന്ന നിലയിലാണ്. ഗ്രാമിന് $11,046 ആണ് ഇന്നത്തെ വില. ഇന്നലെ $11,107 ആയിരുന്നു. അതായത് $61 കുറവ്. ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില $88,368 ആയി കുറഞ്ഞു. വെള്ളിയുടെ വിലയിൽ ഇന്ന് മാറ്റമില്ല. ഗ്രാമിന് $250യും 1 കിലോഗ്രാമിന് $2,50,000 തന്നെയാണ് ഇന്നത്തെ വില. ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്.